ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അശ്വൻ സ്നേഹത്തോടു കൂടി ശ്രുതിക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാ ഇവര് തമ്മിൽ റൂമിൽ എന്തൊക്കെയാ സംസാരിക്കുന്നേ എന്ന് കേൾക്കാനായിട്ട് ശ്യാം ഒരു റെക്കോർഡർ വെച്ച് കാണും ആ റൂമിൽ തന്നെ. ഇവര് തമ്മിൽ അന്നത്തെ ദിവസം വലിയ സന്തോഷത്തിലും സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നതൊക്കെ. എന്നാൽ പിറ്റേ ദിവസം ശ്യാമിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആ റെക്കോർഡർ ഒന്ന് എടുത്ത് കേൾക്കണം. അതിലെന്താ നടന്നതെന്ന് അറിയാഞ്ഞിട്ട് വല്ലാത്ത വീർപ്പുമുട്ടലായിരിക്കും. അങ്ങനെ ശ്യാം അത് എടുക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ആരും ഇല്ലാത്ത സമയത്ത് റൂമിലോട്ട് കയറുവാണ്. കയറി റെക്കോർഡർ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തായിരിക്കും പെട്ടെന്ന് അഞ്ജലി റൂമിലോട്ട് കയറി വരുന്നത്. അഞ്ജലിയെ കാണുന്നതും ആ റെക്കോർഡർ താഴെ തന്നെ വെക്കുന്നുണ്ട്. എന്നാ അഞ്ജലി ചോദിക്കുന്നുണ്ട്, ശ്യാമേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേ? വീണ്ടും എലിയുടെ പുറകെ തന്നെയാണോ? ഈ റൂമിൽ തന്നെയാണല്ലോ എലിശല്യം കൂടുതൽ. ഞാനാണെങ്കിലേ രാമേട്ടൻ്റെ അടുത്ത് പറയാനും മറന്നു, ഈ റൂമിലെ എലിയുണ്ടോന്ന് നോക്കാൻ. എന്തായാലും ശ്യാമേട്ടൻ ഇങ്ങ് പോരെ, ഞാൻ രാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞോളാം. അങ്ങനെ രാമേട്ടനെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. എന്നാ ശ്യാമിന് ആ റെക്കോർഡർ എങ്ങനെയെങ്കിലും എടുക്കണം. ഈ സമയത്ത് എങ്ങനെയെങ്കിലും ആ റെക്കോർഡർ എടുത്തിട്ടേ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് കരുതി തട്ടിയും മുട്ടിയും അവിടെ തന്നെ ശ്യാം നിൽക്കുന്നുണ്ട്. എന്താ ശ്യാമേട്ടാ, അത് രാമേട്ടൻ നോക്കിക്കോളും, ഏട്ടൻ ഇങ്ങ് പോരെ എന്ന് അഞ്ജലി പറയുന്ന സമയത്ത് ശ്രുതി കയറി വരുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതിയെ കാണുമ്പോൾ ശ്യാമാകൊന്നും ഞെട്ടുന്നുണ്ട്. അല്ല ശ്രുതി, നീ ഇറങ്ങിയതല്ലേ, പെട്ടെന്നെന്താ തിരികെ വന്നത്? അത് ചേച്ചി, ഞാനൊരു ക്ലോത്ത് എടുക്കാൻ മറന്നുണ്ടായിരുന്നു, അതെടുക്കാനായിട്ട് വന്നതാ. അല്ല ചേച്ചി, ഏട്ടനെന്താ ഈ റൂമിൽ? അത് അശ്വിൻ എൻ്റെ അടുത്ത് ഒരു ഫയൽ നോക്കാൻ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻറ്റ് ഫയലാ. അപ്പം അത് നോക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാ ശ്യാമേട്ടൻ ഇവിടെ നിൽക്കുന്നത് കാണുന്നേ. ഇയാളെന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്നായിരിക്കും ശ്രുതിയുടെ മനസ്സിൽ. ചേച്ചി ഇന്ന് രാവിലെ മരുന്ന് കഴിച്ചിരുന്നോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോവാ. എന്നാ വാ, ചേച്ചിക്ക് ഞാൻ മരുന്ന് എടുത്തു തരാം. പിന്നെ അശ്വൻ സാറ് പറഞ്ഞ ആ ഫയല് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് ശ്രുതി മരുന്ന് എടുക്കാനായിട്ട് പോകുന്നു. ശ്യാമേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നേ? ശ്യാമേട്ട ഇങ്ങ് പോരെ എന്നും പറഞ്ഞ് ശ്യാമേട്ടനെ കൊണ്ടുപോവാണ്. എന്നാ പെട്ടെന്ന് മരുന്നിൻ്റെ ബോക്സ് എല്ലാം തുറന്ന് മരുന്നുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതി. ആ ബോക്സിലിരിക്കുന്ന മരുന്നുകളൊക്കെ എന്തിനുള്ളതാണെന്നൊക്കെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ശ്രുതി. ശ്യാമ എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ടായിരിക്കും ശ്രുതി ഇതൊക്കെ നോക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങി പോയിരുന്നത് ശ്രുതി കണ്ടിരുന്നല്ലോ, അതുകൊണ്ട്. അങ്ങോട്ടേക്ക് അഞ്ജലിയും ശ്യാമും വരുന്നുണ്ട്. ഇത് ചേച്ചി, ഈ മരുന്ന് കുടിക്കുക. അല്ല, ഈ ബോക്സിൽ ചേച്ചിയുടെ മരുന്ന് മാത്രമേ ഉള്ളൂ? ആ ശ്രുതി, ഇതിൽ എൻ്റെ മരുന്ന് മാത്രാ. നീ എന്താ ചോദിച്ചേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചി മരുന്ന് കുടിക്കുക, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രുതി പോകുന്നുണ്ട്. എന്നാ ശ്യാമിങ്ങനെ മനസ്സ് പറയുന്നുണ്ട്, ശ്രുതി, നീ എന്തുകൊണ്ടാ ഈ മരുന്നെല്ലാം നോക്കുന്നേന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറി എന്നെക്കുറിച്ച് ചോദിച്ചപ്പോഴേ ഞാൻ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മേലില് നിനക്ക് വല്ലാത്ത സംശയമാണല്ലേ, അങ്ങനെയൊന്നും നിനക്ക് ഞാൻ പിടി തരില്ല എന്ന് ശ്യാം ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഹാളില് അഞ്ജലിയും അശ്വിനും ശ്യാമും ഇരിക്കുന്നുണ്ടായിരിക്കും. അശ്വിനാണെങ്കിൽ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ ബുക്ക് വായിച്ചിരിക്കുകയാണ് ശ്യാം. അഞ്ജലിക്ക് ശ്രുതി കുറച്ച് കാറുകളൊക്കെ വാങ്ങിക്കൊണ്ടു കൊടുത്തു കാണും. കുഞ്ഞിന് കളിക്കാനായിട്ട് മുൻകൂട്ടി വാങ്ങിയതായിരിക്കും ശ്രുതി ഈ കാറുകളെല്ലാം. ശ്രുതി വാങ്ങിക്കൊണ്ടുവന്ന ആ കുട്ടി കാറുകളെല്ലാം അഞ്ജലി പോയി എടുക്കുന്നുണ്ട്. ഒരു 3-4 കാണും. ആ കാറുകളെല്ലാം അഞ്ജലി ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ കളിക്കുമായിരിക്കും. ഈ നേരത്ത് അശ്വിൻ നോക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇപ്പോൾ കളിപ്പാട്ടം കൊണ്ട് കളിക്കുവാണോ? എങ്ങനെയുണ്ട് കുഞ്ഞാ, ഇത് നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ ചേച്ചി വാങ്ങിച്ചതാണോ? അല്ല, ഇതെനിക്ക് ശ്രുതി വാങ്ങിച്ചു കൊണ്ടുവന്നതാ, നമ്മുടെ കുഞ്ഞിന് കളിക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കുഞ്ഞാ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി വലിയ സന്തോഷത്തിലായിരിക്കും. അപ്പോഴായിരിക്കും ശ്യാമിൻ്റെ മനസ്സിൽ ഒരു മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മനോരമയും മുത്തശ്ശിയും ആകാശും പ്രീതിയും ശ്രുതിയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ചേർന്ന് സംസാരിക്കുമായിരിക്കും. എന്നാ ശ്രുതിയുടെ വീട്ടില് അച്ഛനും അമ്മയും അമ്മായും കൂടെ സംസാരിക്കുന്നുണ്ട്. ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ, രേഷ്മയുടെ കല്യാണം. അതിന് നമുക്ക് എല്ലാവർക്കും പോകണ്ടേ? അത് എങ്ങനെയാ നമ്മൾ മാത്രമായിട്ട് പോവാ? ശ്രുതിയെയും പ്രീതിയെയൊക്കെ വിളിച്ചതല്ലേ, അപ്പോൾ അവരൊന്നുമില്ലാതെ നമ്മൾ മാത്രം പോയാൽ അവിടെ എല്ലാവരും ചോദിക്കില്ലേ? അതിനെന്താ, അവരെ വിളിച്ച് പറയ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കല്യാണത്തിന് പോവാം. എന്നാ ഞാനേ അശ്വിൻമോൻ്റെ മുത്തശ്ശിക്കൊന്ന് വിളിക്കട്ടെ, അവരോട് വിളിച്ച് കാര്യം പറയാം എന്നും പറഞ്ഞ് മുത്തശ്ശിക്ക് കോൾ ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ. ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു. ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണം അവിടെ വന്ന് പറഞ്ഞിരുന്നല്ലോ, രേഷ്മയുടെ കല്യാണം. പറഞ്ഞിരുന്നു. കല്യാണത്തിന് മുൻപേ എൻഗേജ്മെൻ്റ് ഉണ്ട്, 2 ദിവസം മുൻപേ. 2 ദിവസത്തിന് ശേഷം കല്യാണവും. അങ്ങനെയാ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എൻഗേജ്മെൻറ്റിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയാലോ? അതിനെന്താ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും പോവാം. അത് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ നേരെ ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലോട്ട് പൊക്കോളാം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. എന്നാ ശരി, ഞങ്ങൾ എന്തായാലും ഫംഗ്ഷന് വരാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാ ഇക്കാര്യം അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അശ്വിൻ, നാളെ ശ്രുതിയുടെ കൂട്ടുകാരുടെ എൻഗേജ്മെൻറ്റാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഫംഗ്ഷന് പോകണം. ഇത് കേൾക്കുന്നതും മനോരമ മനസ്സ് പറയുന്നുണ്ട്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തായാലും അശ്വിൻ ആ ഫംഗ്ഷനൊന്നും വരാൻ പോകുന്നില്ല. എന്നാ മനോരമയുടെ പ്രവചനങ്ങളെ മറികടന്ന് അശ്വിൻ പറയുന്നത്, എന്തായാലും ആ ഫംഗ്ഷന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാ എന്നായിരിക്കും. ഇത് കേട്ട് അഞ്ജലിക്കും അതുപോലെ മുത്തശ്ശിക്കും പ്രീതിക്കും ആകാശിനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രുതിക്ക് വാക്ക് കൊടുത്തതാണ് എന്തായാലും ഫംഗ്ഷൻ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാ എന്ന്. അത് എൻഗേജ്മെന്റിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഒരുമിച്ച് പോവാ എന്ന് ഇന്നലെ രാത്രി തന്നെ ശ്രുതിക്ക് വാക്ക് കൊടുത്തിരുന്നു. പ്രീതിയുടെ അടുത്ത് ആകാശ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ എന്തായാലും ഈ ഫംഗ്ഷന് വരുമെന്ന്. ഇപ്പം നിനക്ക് സന്തോഷമായോ? ആ, ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫംഗ്ഷന് പോവാം അല്ലേ കുഞ്ഞാ? അതെ ചേച്ചി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. പക്ഷേ നാളെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ നമുക്ക് ഫംഗ്ഷന് പോകാൻ പറ്റൂ. കുഞ്ഞാ, ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെങ്കിൽ അപ്പം നിനക്ക് നാളെ ഫംഗ്ഷന് കൂടാൻ പറ്റില്ലേ? ഞാൻ എന്തായാലും ഫംഗ്ഷന് വരും ചേച്ചി. ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കണ്ട, മറക്കണ്ട. ശ്രുതിക്കത് വലിയ സങ്കടമാവും. നീ നേരത്തെ വരാൻ നോക്കണം എന്നൊക്കെ അഞ്ജലി കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ശ്രുതി എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അശ്വിൻ സാറിനല്ലേ ഞാൻ വിളിക്കുന്നേ, ഒന്ന് വാ എന്നും പറഞ്ഞ് ലാപ്ടോപ്പ് അങ്ങ് അടച്ചു വെപ്പിക്കുന്നുണ്ട്. ഇനി ഇങ്ങ് വന്നേ, ഭക്ഷണം കഴിക്ക്. എൻ്റെ ശ്രുതി, എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ പിന്നീട് ചെയ്യാം. ആദ്യം ഭക്ഷണം കഴിക്കണം. നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭക്ഷണത്തെ നമ്മൾ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഭക്ഷണം എടുത്തു വെച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അത് നിങ്ങൾക്ക് അറിയുന്നല്ലേ. ഇത് നിങ്ങൾ തന്നെയാ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നേ. ഇതൊക്കെ കേട്ട് എല്ലാവരും ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നാ ഇത് കേട്ട് മനോരമയ്ക്കും ശ്യാമിനും അത്രയങ്ങ് ചിരിയൊന്നും വരുന്നില്ല. അങ്ങനെ അശ്വിനും എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അഞ്ജലിയുടെ കയ്യിലാണെങ്കിൽ ആ കുട്ടി കുട്ടി കാറുകളൊക്കെ കാണും. ശ്യാം അഞ്ജലിയോട് പറയുന്നുണ്ട്, നീ പോയിട്ടെ ആ കാർ എടുത്തു വെക്ക്, എന്നിട്ട് വന്ന് ഭക്ഷണം കഴിക്കുക. ആ ശ്യാമേട്ടാ, ഇത് ഞാൻ കൊണ്ടുവെക്കട്ടെ എന്നും പറഞ്ഞ് കാർ എടുത്തു പോകുന്നുണ്ട്. എന്നാൽ അതിലൊരു കാറ് ശ്യാമിൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു കാണും. ശ്യാമിൻ്റെ മനസ്സിൽ ആ കാറ് നിലത്തിട്ടാൽ അതിൽ ചവിട്ടി നമ്മുടെ അഞ്ജലി വീഴുമല്ലോ, അതായിരിക്കും ശ്യാമിൻ്റെ മനസ്സിൽ. അങ്ങനെ വീഴുവാണെങ്കിൽ ആ കാറ് വാങ്ങിക്കൊടുത്തതിന് ശ്രുതിക്ക് നല്ല കണക്കിന് വഴക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ നിന്ന്. അതിനായിരിക്കും ഈ ഒരു പ്ലാനായിട്ട് നമ്മുടെ ശ്യാം എങ്ങനെ നിൽക്കുന്നത്. ഈ കാറും വെച്ച് അഞ്ജലി തിരികെ നടക്കാൻ നേരത്ത് നടക്കുന്ന വഴിയിൽ തന്നെ ഈ കാറ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ശ്യാം അവിടെ നിന്ന് നടന്നു പോവാ. അങ്ങനെ ശ്യാം നോക്കുന്നത് ഇപ്പം വീഴും അഞ്ജലി എന്നിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടായിരിക്കും. അഞ്ജലി ആണെങ്കിൽ നിലത്ത് നോക്കാതെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കിടക്കുന്ന ഒരു കൃഷ്ണ വിഗ്രഹം, കൃഷ്ണന്റെ ലോക്കറ്റ്, അത് താഴോട്ട് വീഴുന്നുണ്ട്. ഇതെടുക്കാനായിട്ട് ശ്രുതി കുനിയുന്ന സമയത്തായിരിക്കും നിലത്ത് ഈ കാറ് കിടക്കുന്നതും അഞ്ജലി നടന്നു വരുന്നതും ശ്രുതി കാണുന്നത്. അപ്പോഴേക്കും ശ്രുതി ചേച്ചി എന്ന് വിളിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അഞ്ജലി ആണെങ്കിൽ ആ കാറിൽ ചവിട്ടി ബാക്കോട്ട് ഇങ്ങനെ മറയാൻ നേരത്ത് പെട്ടെന്ന് ശ്രുതി പോയി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിനും എല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഛേ, ഇവളെ പോയി പിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ അവൾ നിലത്ത് വീണ് കിടന്നേനെ എന്ന് ശ്യാമു പറയുന്നുണ്ട്. ചേച്ചി ചേച്ചി എന്താ കാണിക്കുന്നേ, ശ്രദ്ധിച്ച് നടക്കണ്ടേ. അങ്ങനെ അഞ്ജലിയും വല്ലാതെ അങ്ങ് പേടിച്ചിട്ടുണ്ടായിരിക്കും. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കുഞ്ഞാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി ശ്രദ്ധിക്കണ്ട ചേച്ചി, ഞാൻ നിലത്ത് നോക്കി നടന്നില്ല, അതാ ഞാൻ കണ്ടില്ല. ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെയാ. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ, അത് ഞാൻ കേട്ടില്ല. അപ്പം തന്നെ ഇതെവിടുന്ന് എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു. മോളെ, ഇനിയെങ്കിലും നല്ലപോലെ ശ്രദ്ധിക്കണം. നിലത്ത് ഒരിത്തിരി വെള്ളം വീണാൽ പോലും അതിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. മോളിനി അത്രയും ശ്രദ്ധിച്ച് വേണം നടക്കാനൊക്കെ എന്നൊക്കെ മുത്തശ്ശി അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അശ്വിന് വല്ലാത്ത സംശയമായിരിക്കും ശ്യാമിനെ. അതിന് ഈ കാർ ആരാ ഇപ്പം നിലത്തിട്ടത്? ഇത് കേൾക്കുന്നതും അഭിനയിക്കുന്നുണ്ട് ശ്യാം. അയ്യോ അഞ്ജലി, നീ വീണപ്പോൾ എൻ്റെ നെഞ്ഞു പൊട്ടിപ്പോയി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ കാർ ഇനി ഇവിടെ വേണ്ട എന്നും പറഞ്ഞ് അതെടുത്ത് എറിയുന്നുണ്ട് ശ്യാം. ശ്യാമിൻ്റെ ഈ അഭിനയത്തിൽ അഞ്ജലിയും മറ്റുള്ളവരൊക്കെ വീഴുന്നുണ്ട്. എന്നാ
പ്രീതിക്കും ശ്രുതിക്കും അശ്വിനും ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഇതിന് പുറകില് ശ്യാം തന്നെയാണെന്ന്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ കാണാട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം.